നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2025 നവംബർ 23 മുതൽ 29 വരെയുള്ള ആഴ്ച നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയുന്നത്. ഈ ആഴ്ചയിൽ ഗ്രഹങ്ങൾ ഏതെല്ലാം രാശികളിലാണ് നിൽക്കുന്നത് എന്ന് നോക്കാം. ഈ ആഴ്ച വേഴം കർക്കടക രാശിയിലും, ശനി മീനൻ രാശിയിലും, രാഹു കുംഭൻ രാശിയിലും, കേതു ചിങ്ങൻ രാശിയിലും നിൽക്കുന്ന ഗോചര സമയമാണ്. ഈ പ്രധാനപ്പെട്ട 4 ഗ്രഹങ്ങൾ നിൽക്കുന്ന രാശിയാണ് ഞാൻ പറയുന്നത്. അതിലൂടെ ഓരോ നക്ഷത്രക്കാർക്കും ഈ ആഴ്ച ഉണ്ടാവുന്ന ഗോചരഫലം ആണ് ഞാനിവിടെ പറയുന്നത്. ഇത് ഈ ആഴ്ചയിലെ ഒരു സാമാന്യമായ ഗോചരഫലമാണ്. കൃത്യമായ ഫലം ഓരോ വ്യക്തിയുടെയും ജനന സമയം, അതുകൂടാതെ ഗ്രഹനില എന്നിവയും ആശ്രയിച്ചിരിക്കും. മേടക്കൂറിന്റെ ഫലം ആദ്യം പറയാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഇതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ മേടക്കൂറിൽ ഈ ആഴ്ച ഇവർക്ക് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ച പകുതി ആവുമ്പോൾ ജോലിയിൽ കുറച്ച് മന്ദത വരാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അവരവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരാഴ്ചയാണ് ഈ ആഴ്ച. ഈ നക്ഷത്രക്കാരുടെ കഴിവ് അവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരാഴ്ചയാണ്. സഹപ്രവർത്തകരുമായി സഹകരിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരും. അനാവശ്യമായ ചില ചിലവുകൾ ഇവർ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അനാവശ്യമായി ചില ചെലവുകൾ ഈ ആഴ്ച അവർക്ക് വന്നുകൂടാവുന്നതാണ്. ധനപരമായി ഒരു സ്ഥിരതയുള്ള ഒരാഴ്ചയായിരിക്കും. ധനകാര്യം സംബന്ധമായി നോക്കുമ്പോൾ ഒരു സ്ഥിരതയാണ് കാണുന്നത്. വിവാഹ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാകുകയും ചെയ്യും. സുഹൃത്തിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ സന്തോഷകരമായ ഒരു വാർത്ത ഈ ആഴ്ച ഇവർക്ക് കേൾക്കാനും ഇടവരുന്നതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, മല. ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായിട്ട് ഒരു മെച്ചപ്പെട്ട ആഴ്ചയാണെന്ന് തന്നെ പറയാം. തൊഴിലിൽ സഹകരണം കിട്ടുന്ന ആഴ്ചയാണ്. തൊഴിൽ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ ഇവർക്ക് മറ്റുള്ളവരുടെ സഹകരണം കിട്ടുന്ന ഒരാഴ്ചയാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇവർ ഇടപെടാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തെങ്കിലും കാര്യത്തിൽ ഇവർ ഇടപെടുമ്പോൾ അനാവശ്യമാണെന്ന് തോന്നിയാൽ അതിൽ നിന്നും പിന്മാറണം. ആവശ്യമില്ലാതെ ആ കാര്യത്തിൽ ഇടപെടരുത്. വ്യക്തിബന്ധങ്ങൾ ദൃഢമാകുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. വ്യക്തിബന്ധങ്ങൾ ദൃഢമാകും. ജീവിത പങ്കാളിയിൽ നിന്നുള്ള അകൽച്ച മാറുന്നതാണ്. ആർക്കെങ്കിലും ജീവിത പങ്കാളിയുമായി അകൽച്ചയുണ്ടെങ്കിൽ ആ അകൽച്ച മാറിക്കിട്ടുന്ന ഒരു ആഴ്ചയാണ്. പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. കഠിന പ്രയത്നത്തിന് ഇവർക്ക് ഈ ആഴ്ച അതിനുള്ള കൂലി കിട്ടുകയും ചെയ്യും. ഇവരുടെ കഠിന പ്രയത്നത്തിന് നല്ല ഫലം കിട്ടുന്ന ആഴ്ചയാണ്. തൊഴിൽ വരുമാനം വർദ്ധിക്കും. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ സാമ്പത്തികമായ വർധന ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യം തൃപ്തികരമാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ഇടവക്കൂറുകാർക്ക്
ഈ ആഴ്ച. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം വര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിനോദപരമായ കാര്യങ്ങളിൽ ഏർപ്പെടും ഇവർ. ഈ ആഴ്ച വിനോദ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ടുള്ള സമയമാണ് ഈ ആഴ്ച ഉണ്ടാകുന്നത്. ഇവരുടെ തൊഴിൽ രംഗം ശാന്തമായിരിക്കുകയും ചെയ്യും. കരാർ സംബന്ധമായ കാര്യങ്ങളിൽ ഒപ്പിടുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം അതിൽ ഒപ്പിടാൻ. സഹപ്രവർത്തകരുമായി നല്ല സഹകരണത്തോടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികപരമായി ഗുണകരമായ ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തിക ഇടപാടുകൾ നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. ബന്ധുജനങ്ങളുടെ സഹകരണം കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. സാമ്പത്തിക ഉന്നമനവും ഉണ്ടാവും. കുടുംബപരമായ കാര്യങ്ങൾ പരിഹരിക്കാൻ ഇവർക്ക് കഴിയുന്ന ഒരാഴ്ച. കുടുംബപരമായി ഉള്ള പല കാര്യങ്ങളും ഇവർക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ തിടുക്കപ്പെട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ് ഇവർ ഈ ആഴ്ച ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ. തിടുക്കപ്പെട്ട് ഒരു കാര്യത്തിൽ ചെന്ന് ഏർപ്പെട്ടാൽ അതിൽ നിന്നും ഇവർക്ക് മോശാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഇവരൊന്ന് ശ്രദ്ധിക്കുക. ചില കരാറുകളിൽ ഒപ്പിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഈ ആഴ്ച ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ ഇവർക്ക് ഈ മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ല ഒരു ആഴ്ച തന്നെയാണ്. കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ ആഴ്ച ഇവർക്ക് ഗുണകരമായ ഒരു ആഴ്ചയാണ്. സന്തോഷവും സമാധാനവും ഇവർക്ക് കിട്ടുന്നതാണ്. ജീവിത പങ്കാളിയുമായി സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. ജീവിത പങ്കാളിയുമായി എന്തെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിയെടുക്കാനും ഇവർക്ക് ഈ ആഴ്ച അതിനുള്ള സമയം കിട്ടുന്നതാണ്. അപ്പൊ ജീവിത പങ്കാളിയുമായി നല്ല വിധത്തിൽ ഈ ആഴ്ച അവർക്ക് ഐക്യത്തോടെ കഴിഞ്ഞുകൂടാൻ സാധിക്കും. നേതൃത്വപരമായ കാര്യങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും ഈ ആഴ്ച. തൊഴിൽപരമായി യാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരും. സാമ്പത്തിക സ്ഥിരതയുണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. അതുകൂടാതെ പ്രവർത്തികളിൽ കാര്യവിജയങ്ങൾ ഉണ്ടാവും. കർമ്മ പുരോഗതിയും ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാവുന്നതാണ്. അപ്പൊ കർക്കിടകക്കൂറുകാർക്ക് ഈ ആഴ്ച കുഴപ്പമില്ലാതെ ഒരുവിധം നല്ല വിധത്തിൽ തന്നെ കാര്യങ്ങൾ കടന്നു പോകുന്ന ഒരു ആഴ്ചയായിരിക്കും ഇവർക്ക്. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലി എന്നിവയാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര പോകേണ്ടി വരുന്ന ഒരു ആഴ്ചയാണ്. പല കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ദൂരയാത്ര ചെയ്യാനായിട്ടുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതാണ്. കുടുംബപരമായ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കുകയും ചെയ്യും. എന്നാൽ യാത്ര പോണവരാണെങ്കിൽ തന്നെയും കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇവർ അതിനുള്ള സമയം കണ്ടെത്തുകയും ചെയ്യും. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഇവരെന്ത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് വിജയിക്കുകയും അതിലിവർ ആത്മസംതൃപ്തി നേടുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ്.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ആഴ്ചയാണ്. അവർക്ക് പരീക്ഷകളിലൊക്കെ വിജയിക്കാനും കൂടുതൽ മാർക്ക് വാങ്ങാനൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ ചെറിയ യാത്രകളും ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സഹോദരന്മാരായിട്ട് അല്ലെങ്കിൽ അടുത്ത ചില ബന്ധുക്കളായിട്ടൊക്കെ ചെറിയ യാത്രകളും ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ദൂരയാത്രയും ഇവർക്ക് പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച. സാമ്പത്തികപരമായിട്ട് കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചും ഈ ആഴ്ച വലിയ കുഴപ്പമില്ലാതെ ഒരുവിധം കാര്യങ്ങൾ നന്നായി നടന്നു പോകാവുന്ന ഒരു ആഴ്ചയാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രമുക്കാൽ, അത്തം, ചിത്തിരാര. ഇതാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. കുടുംബപരമായ ഉത്തരവാദിത്തം ഇവർക്ക് കൂടുന്ന ഒരു ആഴ്ചയാണ്. കുടുംബപരമായി ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഇവർക്കുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇടവരുകയും ചെയ്യും. കുടുംബ സംബന്ധമായി സാമ്പത്തികമായ ചില കാര്യങ്ങൾ ഇവർക്ക് കൈകാര്യം ചെയ്യാനും ഇടവരുന്നതാണ്. വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. ഈ ആഴ്ച വരുമാനം തൊഴിൽ നിന്നും അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗത്തിൽ നിന്നും ഒക്കെ വരുമാനം കിട്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. തൊഴിൽ സംബന്ധമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. കാര്യവിജയങ്ങളും കർമ്മവിജയങ്ങളും ഇവരെ തേടി വരുന്നതാണ് ഈ ആഴ്ച. പുറത്തു നിന്നുള്ളവരുടെ അഭിപ്രായം മുഖവിലക്കെടുക്കരുത് ഈ ആഴ്ച. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പുറത്തുനിന്ന് എന്തെങ്കിലും ആൾക്കാരുടെ അഭിപ്രായം വന്നാൽ ആ അഭിപ്രായം നിങ്ങൾ മുഖവിലക്കെടുക്കാതെ നിങ്ങളുടേതായ അഭിപ്രായത്താൽ ഈ ആഴ്ച നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ആഴ്ച നിങ്ങളെ സംബന്ധിച്ച്, കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ നല്ലൊരു ആഴ്ച തന്നെയായിരിക്കും എന്ന് പറയാം. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാല്. ഈ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച വ്യക്തിപരമായി ചില നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. വ്യക്തിപരമായി നോക്കുമ്പോൾ ഇവർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ഉണർവും ഉത്സാഹവുമുള്ള ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ചെയ്യുന്ന പ്രവർത്തികളിൽ ആത്മവിശ്വാസം കൂടുതലുണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. എന്ത് കർമ്മം ചെയ്താലും ആ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, എന്ത് പ്രവൃത്തി ചെയ്താലും ആ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ആത്മവിശ്വാസം, ആ പ്രവൃത്തിയിലുള്ള ഒരു ആത്മവിശ്വാസം ഇവർക്ക് ഈ ആഴ്ച ഉണ്ടാകുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ആഴ്ചയാണെന്ന് അർത്ഥം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കാൻ ഈ ആഴ്ച അതിനിട വരും. അതായത് നേരത്തെ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളായിരിക്കും, അത് നടക്കാതെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചില ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഈ ആഴ്ച നടക്കാൻ ഇടവരും. കരാറുകളിൽ ഒപ്പിടുന്നത് ആലോചിച്ചു വേണം. എന്തെങ്കിലും കരാർ സംബന്ധമായ കാര്യങ്ങളിൽ ഒപ്പിടേണ്ടതായിട്ട് വന്നാൽ അതിനെപ്പറ്റി നല്ല പോലെ ആലോചിച്ചിട്ട് വേണം അതിൽ ഒപ്പിടാൻ. സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിവർ പ്രവർത്തിക്കും. സാമുദായികപരമായും സാമൂഹ്യപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇവർക്ക് ഈ ആഴ്ച ഇടപെടേണ്ടതായിട്ടും വരും. വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച ഒരു ആത്മപരിശോധന നടത്താൻ കിട്ടുന്ന ഒരാഴ്ചയാണ്.
ഇവരെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകാനായിട്ട് ഒരു ആത്മപരിശോധന ഇവർ നടത്തും. ഈ ആഴ്ച ചില രഹസ്യങ്ങൾ നിങ്ങൾ അറിയാതെ പോയത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരാഴ്ച കൂടിയാണ്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അതായത് ചിലത് രഹസ്യമായ കാര്യങ്ങളായിരിക്കും, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്ന ഒരു ആഴ്ച, അതിന് ഇടവരുന്ന ഒരാഴ്ച കൂടിയാണ്. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ ആ സാമ്പത്തിക ഇടപാടിൽ നിന്ന് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനായിട്ട് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. ഇടപാടുകൾ നടത്തുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ജീവിത പങ്കാളിയുമായി കൂടുതൽ ഐക്യം കാണിക്കും ഈ ആഴ്ച. അവരുമായിട്ട് ഏറ്റവും നല്ല സഹവർത്തിത്വത്തോട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ്. പല ബന്ധങ്ങളിലും കൂടുതൽ അടുപ്പം വരുന്ന ഒരു ആഴ്ചയാണ്. ഇനി അതുകൂടാതെ തന്നെ വേറെ ഏതെങ്കിലും നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളിലെല്ലാം നല്ല അടുപ്പം വരുന്ന ഒരു ആഴ്ചയാണ്. സത്യസന്ധമായ പ്രവർത്തനം ചെയ്യാൻ കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവർക്ക്. വളരെ സത്യസന്ധതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. എല്ലാവിധ തടസ്സങ്ങളെയും ഇവർക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ച തന്നെ ആയിരിക്കും. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലം. ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്നത്. ഈ ആഴ്ച ഇവർ സാമൂഹ്യമായ ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. സാമൂഹ്യപരമായ കാര്യങ്ങൾ, അതുകൂടാതെ സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും ഇവർക്ക് ഏർപ്പെടാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ രംഗത്തും സുഹൃത്തുക്കൾക്കിടയിലും വലിയ സഹവർത്തിത്വം ഉണ്ടാവുന്ന ഒരാഴ്ചയാണ്. തൊഴിൽപരമായി നോക്കുമ്പോൾ മറ്റു സഹപ്രവർത്തകരുമായിട്ടൊക്കെ നല്ല വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തൊഴിൽ രംഗത്ത് ഇവർക്ക് കഴിയും. സുഹൃത്തുക്കൾക്കിടയിലും നല്ല ഒരു ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്ന ആഴ്ചയാണ്. പല കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ചില ആലോചനകൾ ഇവർ നടത്തുകയും ചെയ്യും. ചില കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം കിട്ടുന്ന ആഴ്ചയാണ് ഇവർക്ക്. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ കഴിവുകൾ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് ഈ ആഴ്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായ ഒരു ആഴ്ച കൂടിയാണ് ഇവർക്ക്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറേണ്ട അവസ്ഥയും ഈ ആഴ്ച വന്നു ചേരും. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം വരെ. ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച തൊഴിൽപരമായ ചില ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുന്ന ആഴ്ചയാണ്. തൊഴിൽപരമായി എന്തെങ്കിലും കാര്യങ്ങൾ നേടണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരം വന്നു ചേരും ഇവരെ സംബന്ധിച്ച്. പൊതുരംഗത്ത് അംഗീകാരങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ്. അതായത് പൊതുരംഗത്ത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങളിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അംഗീകാരം കിട്ടുന്ന ഒരു ആഴ്ചയാണ്. പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏൽക്കാനും ഇവർക്ക് ഇടവരും ഈ ആഴ്ച. ജോലിയിൽ മേലധികാരികളുടെ പ്രശംസ കിട്ടാനും ഈ ആഴ്ച ഇവർക്ക് ഇടവരുന്നതാണ്. ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ഈ ആഴ്ച ചെയ്യാനായിട്ട് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. സാമ്പത്തികമായി സ്ഥിരത, ഒരു സാമ്പത്തിക സ്ഥിരത ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാവും.
ഭാവിപരമായ കാര്യങ്ങൾ ചിലത് ആലോചിച്ച് വെക്കുകയും ചെയ്യും. ജീവിത പങ്കാളിയുമായി ഐക്യത്തോടെ കഴിയാനും ഈ ആഴ്ച ഇവർക്ക് കഴിയുന്നതാണ്. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ദൂരയാത്ര പോകാനായിട്ടുള്ള അവസരം വന്നു ചേരുന്നതാണ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകുന്ന ആഴ്ചയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സരങ്ങളിലൊക്കെ വിജയിക്കാനും പരീക്ഷകളിൽ മാർക്ക് വാങ്ങാനും ഒക്കെ പറ്റിയ, നല്ല മാർക്ക് വാങ്ങാനും പറ്റിയ ഒരു ആഴ്ചയാണ്. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഇടവരുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ആത്മീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഇവരെന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച. നിയമകാര്യങ്ങളിൽ ഉപദേശം തേടാനും ഇവർ ഈ ആഴ്ച ശ്രമിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ, നിയമപരമായ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലുള്ള ഒരു നിയമോപദേശം തേടാനും ഇവർക്ക് കഴിയുന്നതാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച. ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം ഇവർ. അല്ലെങ്കിൽ ഇവർക്ക് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ പൊതുവെ നോക്കിയാൽ ഈ ആഴ്ച കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ ദോഷമില്ലാതെ നല്ല വിധത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു പോകാവുന്ന ഒരാഴ്ചയാണ്. സാമ്പത്തികമായിട്ടും ഇവർക്ക് നേട്ടങ്ങളും ഉണ്ടാവുകയും ചെയ്യും ഈ ആഴ്ച. മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ജീവിത പങ്കാളിയിൽ നിന്നും ധനനേട്ടമുണ്ടാവും. അവരുടെ ജീവിത പങ്കാളിയിൽ നിന്ന് ഇവർക്ക് ധനം ലഭിക്കാനായിട്ടുള്ള അവസരം വന്നു ചേരുന്നതാണ്. കുടുംബ ബന്ധങ്ങൾ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യാനും ഇടവരും. ചില മാറ്റങ്ങൾ ഈ ആഴ്ച ഇവർക്ക് ഉണ്ടാകും. ഇവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ഈ ആഴ്ച ഇവർക്ക് അതിനുള്ള അവസരം വരുന്നതാണ്. കൂട്ടായ പ്രവർത്തനങ്ങൾ നേട്ടമുണ്ടാക്കുകയും ചെയ്യും. ഇവരൊറ്റയ്ക്ക് ചെയ്യാതെ മറ്റുള്ളവരായിട്ട് കൂട്ടമായി ചെയ്യുന്ന, അതായത് കൂട്ടായി ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയിക്കാൻ സാധ്യത ഉള്ള ഒരാഴ്ചയാണ്. ജീവിത പങ്കാളിയുമായും അടുത്ത വിശ്വസ്തരുമായും സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. അതായത് ഭാര്യയായിട്ടാണെങ്കിലും മറ്റ് അടുത്ത ബന്ധുക്കളായിട്ടാണെങ്കിലും ഒക്കെ സാമ്പത്തികമായിട്ട് അതുകൂടാതെ ചില വിശ്വസ്തരുമായിട്ടൊക്കെ ചില സാമ്പത്തിക കാര്യങ്ങൾ പറയാനും കൈകാര്യം ചെയ്യാനും അതിനെ പറ്റിയുള്ള ഒരു ചർച്ച നടത്താനും ഇവർക്ക് ഈ ആഴ്ച വന്നു ചേരുന്നതാണ്, സമയം വന്നു ചേരുന്നതാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പൊ പൊതുവെ മീനക്കൂറുകാർക്ക് ഈ ആഴ്ച ഗുണകരമായി തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഈ ആഴ്ചയിലെ വാരഫലം ഞാനിവിടെ ചുരുക്കുകയാണ്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.